വാൽകഷ്ണത്തിൻ്റെ പുതിയ മുഖം. ഇവിടെ ചർച്ചകളില്ല, സംഗീത സാന്ദ്രം. നമുക്ക് ഈ ഘട്ടത്തിൽ ആവശ്യമുള്ളത് മനസ്സമാധാനം. സംഗീതം ഹൃദയത്തിൻ്റെ ഭക്ഷണമാണെങ്കിൽ മനസ്സിന് സമാധാനമാണ്. ഈ കാലഘട്ടത്തിൽ അത്യാവശ്യം വേണ്ടതും അതുതന്നെയാണ്. മാറുന്ന മലയാളിയുടെ മുഖമുദ്രയാവുകയാണ് മ്യൂസിക് ബാൻഡുകൾ. ഒരു കാലത്ത് താള രാഗ പദാശ്രയ നിബദ്ധമായ കർണാടക സംഗീതത്തിൻ്റെയും നാടൻ ശീലുകളുടെയൊക്കെ അകമ്പടിയിൽ അഭിരമിച്ചിരുന്ന മലയാളികൾ ഇന്ന് ദ്രുത താളത്തിലേക്ക് മാറുകയാണ്, അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ബാൻഡുകൾ ഇത്രയധികം കേരളത്തിൽ ഉണ്ടാകാൻ കാരണം. നമുക്ക് ഇതിൽ പങ്കെടുക്കുന്ന വളരെ വിശിഷ്ടരായ അതിഥികളെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ ഒന്ന് പരിചയപ്പെടാം. സിംഗർ. എൻ്റെ പേര് ശ്രീനന്ദന ഹരി. എവിടെയാണ് ശ്രീനന്ദന സ്ഥലം? ഞാൻ കിളിമാനൂർ പുളിമാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഡ്രമ്മർ. എൻ്റെ പേര് ഷിബു സാമുവൽ. ഷിബു എവിടെയാ? ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. കുറെ കാലമായിട്ട് ഈ രംഗത്തുണ്ടോ? ആ, ഒത്തിരി കൊല്ലമായി. ഉണ്ടല്ലേ? അതെ അതെ. ബേസ് ഗിറ്റാർ. എൻ്റെ പേര് ജാക്സൺ. ഞാൻ വെള്ളറടയിലാണ് വീട്. എന്താണ് ഈ ബേസ് ഗിറ്റാർ സെലക്ട് ചെയ്യാൻ കാരണം? ബേസ് ഗിറ്റാർ സെലക്ട് ചെയ്തു. എൻ്റെ സൗണ്ടിങ് വളരെ ഇഷ്ടമാണ്. ഓക്കെ. വയലിൻ. വിഷ്ണു എം ഭുവനേശ്വരി എന്നാണ് എൻ്റെ പേര്. വിഷ്ണു എവിടെയാ സ്ഥലം? എൻ്റെ സ്ഥലം വട്ടിയൂർക്കാവ് തന്നെയാണ്. അതെല്ലേ. എത്ര നാളായി വയലിന്? ഞാൻ മോർ ദാൻ 10 years ആയി. വെസ്റ്റേൺ ആണോ ഈസ്റ്റേൺ ആണോ? ഈസ്റ്റേൺ ആണ് ആദ്യം പഠിച്ചത്. ഓക്കെ. കീബോർഡ്. ഹായ്, എൻ്റെ പേര് ടിനു. എൻ്റെ സ്വദേശം പൂവാറാണ്. ഞാനിപ്പോൾ ഒരു 5 കൊല്ലമായിട്ട് ട്രിവാൻഡ്രത്ത് തിരുമല. പൂവാറ് ട്രിവാൻഡ്രത്തിൻ്റെ പാർട്ടല്ലേ? ആണ്. സിറ്റിയിലോട്ട്. നമുക്ക് ഏറെ മനസ്സിന് സാന്ത്വനം നൽകിയിരുന്നത് അല്ലെങ്കിൽ മനസ്സിന് സമാധാനം നൽകിയിരുന്നത്, നമ്മളേറെ ഇഷ്ടപ്പെട്ടിരുന്നത് നമ്മുടെ കർണാടക സംഗീതവും അതിൽ അധിഷ്ഠിതമായ മറ്റ് സിനിമാ സംഗീതവും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതമൊക്കെ നമ്മളേറെ ആസ്വദിക്കുന്ന മനുഷ്യരാണ്, പ്രത്യേകിച്ച് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ പൊടുന്നതിനായി മാറിയിട്ട് ഈ ബാൻഡിലേക്കും ദ്രുത താളങ്ങളിലേക്കും വന്നു. ഈ ബാൻഡുകൾ ഇത്രയധികം വർദ്ധിക്കാൻ കാരണം ഈ ദ്രുതതാളമാണോ? പൊടുന്നനെ മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ തരത്തിലുള്ള സംഗീതവും മലയാളികൾ ആസ്വദിക്കാറുണ്ട്. ഇപ്പം ആസ്വദിക്കാറുണ്ട്, പക്ഷെ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഒരു ബാൻഡിൻ്റെ ഒരു ഇരച്ച് കയറ്റം അത് കൂടുതൽ അംഗീകരിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. പണ്ട് മുതലേ ഇപ്പം ഞാൻ കണ്ടുവരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എല്ലാം ബാൻഡ് തുടങ്ങണം. അവർക്ക് എഞ്ചിനീയറിംഗ് വേണ്ട, ബാൻഡ് മതി, എല്ലാവരും ബാൻഡാണ്. അവർക്കൊരു ഫ്രീഡം കിട്ടുന്നുണ്ട്. അല്ലല്ല, ഞാൻ ഡിഗ്രിയാണ്. ഇപ്പോൾ കോളേജിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ബാൻഡാണ്. ഇപ്പോൾ ഒരു പണ്ടൊക്കെ കോളേജ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിലെ കുട്ടികളുടെ ഒരു പല രീതിയിലുള്ള കലാപരിപാടികൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് കോളേജ് ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഒരു ഭയങ്കര ബാൻഡ് അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധരായ ഒരു ബാൻഡിനെ വിളിച്ചങ്ങ് പെർഫോമൻസ് നടത്തുകയാണ്. എന്താണ് ഈ ഒരു മാറ്റം? ആക്ച്വലി ഇപ്പോൾ ബാൻഡ് എന്ന് പറയുമ്പോൾ കുറച്ച് കാലമായിട്ടേ ആയുള്ളൂ ബാൻഡ് എന്ന് പറഞ്ഞിട്ട്. അതിന് മുന്നേ ഇപ്പം ഞങ്ങളൊക്കെ ജനിക്കുന്ന കാലം തൊട്ട് തന്നെ ആ ഒരു മ്യൂസിക് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ബാൻഡ് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു 5 ആർട്ടിസ്റ്റ് 6 ആർട്ടിസ്റ്റ് എന്നുള്ള ഇതിൽ ചുരുങ്ങി ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കൊരു മ്യൂസിക് ചെയ്യാം എന്നുള്ള ഒരു കാലഘട്ടത്തിൽ ആർക്കും ചെയ്യാം. കാരണം അതിന് ഒരുപാട് സാങ്കേതികമായ വിദ്യ വളർന്നു. അതെ. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഉള്ള കാലഘട്ടത്തിന് മുമ്പേ ഇപ്പം ദാസാറൊക്കെ നമുക്ക് അഭിമാനമാണ്. ഇപ്പം ഈ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഹിന്ദി സോങ്സൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്. ആ ഒരു മ്യൂസിക് എടുക്കുകയാണെങ്കിൽ തന്നെയും വലിയ വ്യത്യാസമല്ല. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൻ്റെ ചേഞ്ച്, മ്യൂസിക്കലി ഉള്ള ഒരു ചേഞ്ച്, സൗണ്ടിങ് വ്യത്യാസം, ഒരു ഡിജിറ്റലൈസ് ഒരു സാധനം വന്നപ്പോഴത്തേക്കുള്ള ഒരു ബാൻഡിലോട്ട് കുറച്ചുകൂടെ വന്നു. ഓരോ കാലഘട്ടത്തിൽ ഓരോ കളർ മാറി വന്നപ്പോഴത്തേക്കുള്ള ചേഞ്ചസ്. പക്ഷെ അന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ അന്നത്തെ പാട്ടുകളും ഈ ഗോരിത്തര എന്ന് പറയുന്ന ഒരു
ഒരു കൾച്ചറിലുള്ള നല്ല പാട്ട്. പാട്ട്, വളരെ ഒരു പ്രത്യേകിച്ച് മലയാളിയായ യേശുദാസ്, നമ്മുടെ അഭിമാനമായ യേശുദാസ് സാറ് പാടിയ ദാസാറ് പിന്നെ ഹിന്ദിയിൽ പോയി അല്ലേ അതെ അതെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഗാനം കൂടിയാണ്. അതെ, അതെ. നമുക്ക് അല്പം ഒന്ന് വായിക്കാൻ പറ്റുമോ? തീർച്ചയായും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് കേൾക്കാം. ഇതിപ്പോ 1975 ഇറങ്ങിയ ചിച്ചോർ എന്ന സിനിമയിലെ ഗാനം അല്ലേ? എനിക്ക് തെറ്റിയില്ലല്ലോ. പക്ഷെ ഇതിനു മുമ്പേ തന്നെ മലയാളത്തിലും എനിക്ക് തോന്നുന്നു തമിഴിലും ഒക്കെ ഇത്തരം പാട്ടുകൾ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സോങ്സ് ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് എന്താണ് നമ്മുടെ ഗാനമേളകളിൽ, ഉത്സവ പറമ്പുകളിലൊക്കെ ഉണ്ടായിരുന്ന ഗാനമേളകളിലൊക്കെ അടിപൊളി പാട്ടുകളൊക്കെ മലയാളത്തിൽ അന്ന് ഞാനുമൊക്കെ ചെറുപ്പത്തിൽ ഉത്സവത്തിന് പോയി ഫ്രണ്ടിലിരുന്ന് ഇടിച്ചു തള്ളിയൊക്കെ പോയിരുന്ന് ഗാനമേള കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഇത്തരം പാട്ടുകൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്നടി റാക്കം എന്നൊക്കെയുള്ള പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്. ഈ ഒരു കാലഘട്ടത്തിലെ മ്യൂസിക്കിനെ കുറിച്ച് കീബോർഡിസ്റ്റ് എന്ന നിലയ്ക്ക് എന്താ പറയാനുള്ളത്? എന്നും നിലനിൽക്കുന്ന പാട്ടുകൾ ജനിച്ച കാലഘട്ടങ്ങളാണ് അത്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. MSV അല്ലെങ്കിൽ ബാബുരാജ മാസ്റ്റർ, അങ്ങനത്തെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് നമുക്ക് മാതൃകയായിട്ട് നിന്നൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ കർണാട്ടിക് മ്യൂസിക്കും ഹിന്ദുസ്ഥാനി മ്യൂസിക്കും അതാണ് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിന് സമ്മാനിച്ച ഒരു വലിയൊരു സംഭാവനയാണ് ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയുന്നത്, കർണാട്ടിക്കും ഹിന്ദുസ്ഥാനി. അപ്പോൾ ആ അടിസ്ഥാനത്തിന് ബേസ് ചെയ്ത് അതിൻ്റെ ഒരു കണ്ടന്റ് പോകാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ വരുന്ന തലമുറയ്ക്ക് വളരെ മാതൃകയായിട്ടുള്ള രീതിയിലുള്ള ഏറ്റവും ലെജൻഡായിട്ടുള്ള കമ്പോസിഷൻസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് അത്. അതിനകത്ത് സാറ് പറഞ്ഞ പോലെ അതിനകത്ത് സ്പീഡായിട്ടുള്ള പാട്ടുകളുണ്ട്, സ്ലോ ആയിട്ടുള്ള പാട്ടുകളുണ്ട്. ഏത് ടൈപ്പായിരുന്നാലും ആ ഒരു ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഒരു കണ്ടന്റ് നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അത്. ഈ അടി എന്നടി റാക്കാമോ എന്ന് പറയുന്ന പാട്ടില്ലേ, അതിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ ഇപ്പോഴും അതിങ്ങനെ ത്രസിപ്പിക്കുന്നത്? ഒന്ന് ഇപ്പോഴത്തെ ജനറേഷനായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ടെമ്പോ അല്ലെങ്കിൽ സ്പീഡിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണെങ്കിലും ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആൾ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങളല്ലെന്നല്ല. എന്താണ് പുതിയ സിംഗർ എന്ന നിലയ്ക്ക് ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സ്പീഡ് കൂടുന്നത് എന്തായാലും ഒരു ഫാക്ടറാണ്. നമുക്ക് എന്തായാലും സ്പീഡ് കൂടി അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ നമ്മുടെ കലാരൂപങ്ങളും പ്രതിഫലിക്കും. അതല്ലേ കറക്റ്റ്? അതാ ടൂർ പോകുമ്പോഴായാലും കോളേജിൽ പരിപാടി ആയാലും നമ്മളെപ്പോഴും അടിച്ചുപൊളി പാട്ട് എന്ന് പറയില്ലേ? അപ്പൊ അങ്ങനെ എന്നടി റാക്കുമ്പോൾ നമുക്ക് ശകലം ഒന്ന് കേട്ടാലോ? ഓക്കെ അല്ലേ? അതിന് മുമ്പ് എന്താ പറയാൻ വന്നു? അല്ല, ഞാൻ പറഞ്ഞത് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ടെമ്പോയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബീറ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അടിസ്ഥാനമായി ലിറിക്സ് അതിൻ്റെ ട്യൂണിന് ഒരു പ്രാധാന്യം കുറഞ്ഞതുപോലെ ഒരു ഫീൽ എനിക്കുണ്ട്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു. അതിൻ്റെ ലിറിക്സ് സാർ പറഞ്ഞ പോലെ എന്നടി റാക്കമ്മയ്ക്ക് തന്നെ വിഷ്വലിന് തന്നെ അതൊരു ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വിഷ്വലാണ്. അതിനകത്ത് താളത്തിനോടൊപ്പം തന്നെ അതിൻ്റെ ലിറിക്സിനും അതിൻ്റെ കമ്പോസിങ്ങിനും അതുപോലെ അതിൻ്റെ വിഷ്വലൈസേഷനും അതിന് അത്രയും ഇമ്പോർട്ടൻസ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് കുറവ് പോലെ ഫീൽ ചെയ്യുന്നു. പ്രത്യേകിച്ച് ലിറിക്സിനും അതിൻ്റെ കമ്പോസിങ്ങിനും എന്തൊക്കെയോ കുറച്ച് പാളിച്ചകൾ
ഇപ്പോഴുണ്ടെന്നതുപോലെ കുറച്ചൊരു വിഷമം മനസ്സിൽ ഇങ്ങനെ അല്ലേ അങ്ങനെ പറയുന്നല്ലേ അങ്ങനെയാണ് നമുക്ക് ആ പാട്ടൊന്ന് കേട്ടോ. ഓക്കെ ഓക്കെ തീർച്ചയായും തീർച്ചയായിട്ടും. ഗംഭീരം. അതെ അതെ അതെ, ഇതേ കാലഘട്ടത്തിൽ മലയാളത്തിലും ഇത്തരം പാട്ടുകൾ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് വേറൊരു സാധനം, ഈ സോങ് തന്നെ ഇതിന്റെ സാഡ് വെർഷനും ഉണ്ട് ആ ഫിലിമിനകത്ത്. അത് വളരെ മനോഹരമായിട്ട് MSC സാറ് അത് ചെയ്തിട്ടുള്ള സാധനം. അതിപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷന് കൂടുതൽ മനസ്സിലായത് ഇപ്പം ഈ സോഷ്യൽ മീഡിയസിൽ കൂടെ ഒരുപാട് ഇത് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്, ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ടെന്നുള്ളൊരിത്. പക്ഷെ ഞാനിപ്പോഴാണ് കേട്ടോ ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. അത് ശരി. ഭയങ്കര ഒരു അത് ഭയങ്കര നൊസ്റ്റാൾജിക് ഒരു പാട്ടാണ്. ഈ പാട്ടിനെ വേറൊരു കളറായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സാഡ് സോങ് എന്ന് പറയുമ്പോൾ എന്താണ് മുഖത്തിൻ്റെ എന്താണ് രണ്ട് വശങ്ങളല്ലേ, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലേ, സെയിം രാഗം അതോ സെയിം പാട്ട്, സെയിം പാട്ട്, അത് ഭയങ്കര സാഡ് വെർഷൻ. அடியன்னடி ராக்கம்மா என்னென்ன நினைப்பு என் நெஞ்சு குலுங்குதடி. നമ്മുടെ സംഗീത സംവിധായകരിൽ ഒരു ലെജൻഡായിരുന്നു അദ്ദേഹം. ഒരുപാട് ലെജൻഡ്സ് നമുക്കുണ്ടായിട്ടുണ്ട്. MS പോലൊരു മനുഷ്യൻ അല്ലേ. മലയാളികളിൽ മാത്രമല്ല, ലോകത്തിൽ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആരും ആരാധിച്ചു പോകുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മലയാളത്തിലും ഇത്തരം പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ അല്ലേ. ഈ ഒരു 75-ലൊക്കെ സിന്ധു എന്ന ചിത്രത്തിലൊക്കെ ഇത്തരം സമാനമായ ഫാസ്റ്റ് സോങ്സ്. അപ്പം അന്നും ദ്രുതഗതിയിലുള്ള പാട്ടുകളുണ്ട് എന്നുള്ളത് അല്ലേ. ഈ ഗാനമേളക്കാരെയൊക്കെ എന്നും ത്രസിപ്പിച്ചിരുന്ന അത്തരം പാട്ടുകൾ പാടുമ്പോഴാണല്ലേ ആളുകളുടെ കയ്യടിയും ബഹളവും. ഒരു കാലത്ത് ഗാനമേള നിരോധിച്ചിരുന്നു അല്ലേ, ബഹളം ഉണ്ടാക്കുകയും തുള്ളലും ബഹളങ്ങളും ഒക്കെ നിരോധിക്കുകയാണ് ചെയ്തിട്ടുണ്ട്. ഈ ചെട്ടികുളങ്ങര ഭരണി നാളിൽ അങ്ങനെ ഒരു ഗാനം ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അത് കോളേജ് ഒരു അറ്റ്മോസ്ഫിയർ ആണ് അതിൽ. കറക്റ്റാണ്. നമ്മളിങ്ങനെ കേട്ടിരിക്കുക പെട്ടെന്ന് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ഗാനം കൂടിയാണ്. ലെജൻഡറി സോങ് ഉണ്ട്, നീ മധു പകരൂ എന്ന് പറഞ്ഞിട്ടൊരു. ശരിയാണ്, ഉഷ ഖന്ന, P ഭാസ്കരൻ, യേശുദാസ് അല്ലേ, ആ ടീമിന്റെ. നീ മധു പകരൂ മലർച്ചൊരിയൂ എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. എങ്ങനെയാണ്, ഇഷ്ടമാണോ? അറിയാമോ പാട്ട്? കേട്ടിട്ടുണ്ട്. പാടാൻ പറ്റൂ? ഒന്ന് ശ്രമിക്കാം. നീ മധുപകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ, നീ മധുപകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ, നീ മായല്ലേ വരയല്ലേ നീലനിലാവുമേ, നീ മധുപകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ, നീ മായല്ലേ വരയല്ലേ നീലനിലാവുമേ, നീ മധുപകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ, അനുരാഗ പൗർണമിയേ. സംഗീത സാന്ദ്രമായ ഈ വാൽകഷ്ണത്തിൽ ഒരു ചെറിയ ഇടവേള. ഈ സംഗീത സാന്ദ്രമായ വാൽകഷ്ണം ഇങ്ങനെ ആ സംഗീതത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി പാടി കേട്ടോ. ഈ ഇടവേളയ്ക്ക് മുമ്പേ പറയാൻ മറന്നുപോയെന്നുള്ളതേ ഉള്ളൂ, അതുകൊണ്ട് വിഷമിക്കരുത്. ഒരു കൈയ്യടി കൊടുത്തേ എല്ലാവരും കൂടെ. ഇനി നമ്മൾ കടക്കുന്നത് മറ്റൊരു കാലഘട്ടത്തിലേക്കാണ്. ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത പ്രഗത്ഭരായ സംഗീത സംവിധായകരുണ്ട്. പക്ഷെ അവരിലൂടെ എല്ലാം കടന്നു പോവുക അസാധ്യമാണ്. നമ്മൾ ചില ഏരിയകളിലൂടെ മാത്രമേ കടന്നുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഫാസ്റ്റ് നമ്പേഴ്സിൻ്റെ
പാട്ടുകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ എല്ലാവരെയും നമ്മളിവിടെ പ്രതിപാദിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഒരു കുറവായി കാണരുത്. മറ്റു ഭാഷയിൽ നിന്ന് വന്ന ഒരു വളരെ പ്രസിദ്ധനായ സംവിധായകനാണ് സലീൽ ചൗധരി അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം മലയാളത്തിൽ വളരെ സമ്പന്നമായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്ത ആളും കൂടിയാണ് അല്ലേ? അങ്ങനെ അതെ അതെ, ഒത്തിരി സോങ്ങുകൾ ഒരുപാട്. നമ്മുടെ അതിൽ എടുത്തു പറയാനാണെങ്കിൽ നമ്മൾ മാടപ്രാവ എന്ന് പറയുന്നൊരു പാട്ടുണ്ട് മദനോത്സവം ഫിലിമിൽ. കമലഹാസൻ, സറീന വഹാബ് അല്ലേ? അന്നത്തെ ഹരമാണ് കമലഹാസൻ, സറീന വഹാബ് സ്ക്രീനിൽ ആടുന്നത് കാണുമ്പോൾ ഹരമാണ്. സൈക്കിൾ ചവിട്ടി പോകും സിനിമ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ ജനിക്കുന്ന മുമ്പുള്ള ഇത് ഫിലിമായിരിക്കും, പക്ഷേ ആ പാട്ടുകളൊക്കെ നമുക്ക് ഇപ്പോഴും കേൾക്കുന്നുണ്ട്, നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഭാഗ്യമാണ് അത്. പിന്നെ അതിനുശേഷം തന്നെ ഒത്തിരി പാട്ടുകൾ, മലർക്കൊടി പോലെ, പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് സാർ ലാസ്റ്റ് ചെയ്ത പാട്ടെന്ന് കാതിൽ തേൻമഴയായി, അതുവരെ മനോഹരമായിട്ട്. ഫീമെയിൽ സോങ് അല്ലേ? ഫീമെയിൽ രണ്ടും പാടിയിട്ടുണ്ട്, മെയിലും ഉണ്ട്. പെട്ടെന്ന് മലർക്കൊടി പോലെ വന്നത്തൊടി പോലെ, മലർക്കൊടി പോലെ വന്നത്തൊടി പോലെ, മയങ്ങൂ നീ മടിമേലെ, മയങ്ങൂ നീ മടിമേലെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താം അല്ലേ? മാടപ്രാവെ. മാടപ്രാവെ വായിക്കാം അല്ലേ? വായിക്കാം. ആരാണ്? വിഷ്ണുവാണ്. വിഷ്ണു ഒന്നും പറയാതിരിക്കട്ടോ, വയലിൽ മാത്രമേ ഉള്ളൂ. ശരി വിഷ്ണു. വിഷ്ണു, വളരെ നന്നായി. താങ്ക് യു സോ മച്ച്. മറ്റൊരു ഗാനം നമ്മളെയൊക്കെ ഏറെ ആകർഷിച്ച ഒരു ഗാനമുണ്ട്. 1984 തോന്നുന്നു അല്ലേ? ആ കാലഘട്ടത്തിലാണ്, 80കളിലാണ് എന്തായാലും, എനിക്ക് വളരെ കൃത്യമായ ഓർമ്മയില്ല, 84 തോന്നുന്നു. നാദിയ മൊയ്തു അഭിനയിച്ച സിനിമ ഏതാണ്? നോക്കാം കേട്ടോ, പെട്ടെന്ന്. നാദിയ മൊയ്തു അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആ സിനിമയാണ് അല്ലേ? അതിലും വളരെ മനോഹരമായ അടിപൊളി ഒരു ഗാനമുണ്ട്. സംഗീത സംവിധായകൻ ആരായിരുന്നു? ജെറി അമൽദേവ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം വളരെ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള മ്യൂസിക്കിന്റെ ഒരു ആളായിരുന്നു അല്ലേ? ഏറ്റവും അധികം കൊയർ, അതിന്റെ ഒരു അകമ്പടിയോട് കൂടിയിട്ട് പല പാട്ടുകളും അദ്ദേഹം ചെയ്തിരുന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. ആ പാട്ട് പാടാൻ പറ്റുമോ? വായിക്കല്ലേ? പാടാം ആണല്ലോ, റെഡിയാണല്ലോ. എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ ആ പാട്ടിനെ പറ്റി, ഗായിക എന്ന നിലയ്ക്ക്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയാണ്. പിന്നെ ജെറി അമൽദേവ് സാറിനെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സാർ അത് പാടുന്നത് കേൾക്കാനും പറ്റിയിട്ടുണ്ട്. എല്ലാവരും അത് ഞാനൊരു ഷോയിൽ പങ്കെടുത്തോണ്ടിരുന്നപ്പോൾ സാർ അവിടെ വന്നിരുന്നു. അപ്പം ചിത്രാമ്മയും എല്ലാവരും കൂടെ അത് പാടുന്നത് കേൾക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു റിയാലിറ്റി ഷോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ? അതെ. എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ നല്ല ലെജൻഡറി മ്യൂസീഷ്യൻസിന് മുന്നേ പാടാൻ പറ്റി. ശരത് സർ, ചിത്രാമ്മ, പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഔസേപ്പച്ചൻ സർ, ഇതേപോലെ ജെറി അമൽദേവ് സർ, വേണുഗോപാൽ സാർ ഒക്കെ വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ കാണാൻ പറ്റി, അവരുടെ മുന്നിലൊക്കെ പാടാൻ പറ്റി. പിന്നെ ഇപ്പോഴത്തേക്ക് നമ്മുടെ ന്യൂ ജനറേഷനിലുള്ള അഫ്സലിക്ക, നജീം അർഷാദ്, റിമി ചേച്ചി, അവരുടെയൊക്കെ പാട്ട് കേട്ടിട്ട് ഞാൻ ഫൈനലിസ്റ്റ് ആയിരുന്നു അതിനകത്ത്. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ അവരുടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റി, എങ്ങനെ സ്റ്റേജ് പ്രസൻസും ഒത്തിരി കാര്യങ്ങൾ ചിത്രാമ്മയുടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു കഴിവ് നമുക്ക് ഇവിടെ ഒന്ന് കാണാം അല്ലേ? ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ
നന്നായി. താങ്ക് യു. ഒരു പുതിയ വെർഷൻ പോലെ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ ഫേഡ് ഔട്ട് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇതിനകത്ത് തടി തപ്പിയ ഒരാളുണ്ട്, ഏറ്റവും പ്രാധാന്യമുള്ള സാധനമാണ് വയലിന് ഈ പാട്ടിൽ അല്ലേ. പക്ഷെ ട്യൂണിങ് പ്രശ്നമുണ്ട് അല്ലേ, ഒരു വയലിനെ കൊണ്ടുവന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് മുഴുവൻ ട്യൂണിങ് മാറ്റണം അല്ലേ, അതല്ലേ എൻ്റെ പ്രശ്നം. ഓക്കെ, പറഞ്ഞു. അല്ല, ബേസിക്കലി ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫോളോ ചെയ്യുന്നത് കർണാട്ടിക് ആണ്. ആ ഒരു സ്കെയിൽ വെച്ചാണ് ഞാൻ ഇപ്പൊ ഇ ബി എന്നാണ് ഞാൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട്, അതുമല്ല നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇവിടെ AC കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ പിന്നെ ട്യൂൺ ചെയ്യുമ്പോഴത്തേക്കും ഇനി വേറെ അതെ ഡിഫിക്കൽട്ടി വേണ്ട എന്ന് വെച്ചിട്ടാണ്. കറക്റ്റ്. ഇനി നമ്മൾ ഈ ഫാസ്റ്റ് നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആരാണ്? നമ്മുടെ രാജാ സാർ അല്ലേ. അതെ, ഇളയരാജ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹം ഫാസ്റ്റ് നമ്പർ മാത്രമല്ല അല്ലേ, മെലഡിയുടെയും ഒക്കെ ഒരു രാജാവാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ഗായകരാണ്. ഒരു രാജാ സാറിൻ്റെ ഒരു പാട്ട് കിട്ടിയാൽ അയാൾ സമ്പന്നനായി അല്ലേ. അതോട് പാട്ടുകാർ മാത്രമല്ല, അദ്ദേഹത്തിനെ അക്കമ്പനി ചെയ്യാൻ സാധിച്ചാൽ ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ച് അല്ലേ, ആർക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വയലിൻ വായിക്കാൻ സാധിച്ചാൽ എന്തായിരിക്കും വിഷയം, ഭാഗ്യമായിരിക്കും. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കും ധരിക്കുക. അപ്പോൾ അത്രയും വലിയൊരു മഹാനായ വ്യക്തിത്വമാണ്. രാജാ സാറിൻ്റെ ഏതെങ്കിലും പാട്ടുകൾ ഓർമ്മ വരുന്നുണ്ടോ? രാജാ സാറിൻ്റെ കടൽ പോലെ സോങ്സ് ഇങ്ങനെ നമ്മുടെ മുമ്പിലുണ്ട്, സംശയമില്ലാത്ത കാര്യം. ഫാസ്റ്റും സോങ്ങും മെലഡിയും നമുക്കിവിടെ അത്യാവശ്യമായിട്ടൊരു പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു മെലഡിയാണ് സാറിന്റെ പൂവേ സംഭവേ എന്ന് പറഞ്ഞിട്ടൊരു നല്ല സാർ പാടിയ ഒരു. നമ്മൾ ഫാസ്റ്റ് നമ്പേഴ്സിനെ കുറിച്ച് സംസാരിച്ച് വരുന്നതുകൊണ്ടായിരിക്കും ഒരു മടി അല്ലേ, അത് കാര്യമില്ല, കാരണം പക്ഷെ നല്ലൊരു മെലഡിയാണ്. അതെ അതെ. ആ പാട്ടിനെ കുറിച്ച് രണ്ടുപേര് പറഞ്ഞേ. രാജ സാറിനെ കുറിച്ച് തന്നെ പറയാനാണെങ്കിൽ സാറിൻ്റെ ഓരോ വർക്കും എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തവർ പറഞ്ഞ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, സാറ് ഈവൻ എല്ലാം നൊട്ടേഷൻ ഉൾപ്പെടെ ഇവരുടെ കയ്യിൽ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു സോങ് എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വേണം, എവിടെ എന്ത് എന്നുള്ളത് സാറിന് അറിയാം. ഇതിൻ്റെ ഔട്ട് വരുന്നതിന് മുന്നേ സാറിൻ്റെ മനസ്സിലൊരു ഔട്ടുണ്ട്, അത് 100% പെർഫെക്ഷനോടെയാണ് സാർ അത് ഔട്ട് ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കും ഏതൊരു പാട്ട് കേട്ടാലും നമുക്കൊരു പ്രേമം തോന്നുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം അത് അത്ര നല്ലൊരു കമ്പോസിഷൻ ആവുന്നത് സാറിൻ്റെ ഒരു എഫേർട്ട് കൊണ്ടാണ്. അതേപോലെ സാറിനോടൊപ്പം വർക്ക് ചെയ്യുന്നവരും അതേ ഒരു 100% ഇടണം എന്ന് സാറിന് തന്നെ നിർബന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ടെന്ന് പറയുന്നതും എനിക്ക് ഭയങ്കര ഫേവറേറ്റ്, എനിക്ക് മാത്രമല്ല, ഞാൻ ടിനുചാറിന് ആർക്കാണെങ്കിലും നമ്മുടെ ഫേവറേറ്റ് ആണ്. ഇത് പറഞ്ഞു തുടങ്ങിയോണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. അതായത് ഇപ്പോൾ ഇതിൽ ആരൊക്കെ മ്യൂസിക് കമ്പോസ് ചെയ്യും? എല്ലാവരും ചെയ്യും? കമ്പോസിങ് മെയിനായിട്ട് ഇപ്പൊ പറഞ്ഞ ഇദ്ദേഹം തന്നെ പറഞ്ഞോ, ഒരു പാട്ടിൻ്റെ ഔട്ട് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇളയരാജ സാറ് എന്നെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നതെന്ന്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ പല പല ആളുകളുണ്ട്, അറേഞ്ചർമാരുണ്ട്. പലപ്പോഴും മ്യൂസിക് ഡയറക്ടർക്ക് ഇതെല്ലാം അറിഞ്ഞോണമെന്നില്ല അല്ലേ, സഹായിക്കാൻ ഒരുപാട് പേര്. എന്താണ് ഈ അറേഞ്ചർ? അറേഞ്ചർ മീൻസ്, അതായത് സാർ പറഞ്ഞതുപോലെ കമ്പോസ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പം മറ്റു വിഷയത്തെ പറ്റി വലിയൊരു ഗ്രാഹ്യം ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അതും പോയിട്ട് ഇപ്പോഴത്തെ ടെക്നോളജീസ് എല്ലാം മാറിയതോടുകൂടെ വന്ന് ചേർന്നൊരു പറയാൻ പഠിക്കണ്ട. പക്ഷെ എന്ന് വിചാരിച്ച് ഈ മ്യൂസിക് ഡയറക്ടർ ഒരു മോശക്കാരനാവുന്നില്ലല്ലോ. അല്ലല്ലോ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ്, സംഗീതം ഉള്ളതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ പുതിയ ഇപ്പോൾ ഈ എക്യുപ്മെന്റ് തന്നെ ഇലക്ട്രോണിക് ഡ്രം ഇപ്പോൾ കുറച്ച് കാലമല്ലേ, കുറച്ച് കാലമായി. അപ്പോൾ ഇത് വരുമ്പോൾ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഒരു മ്യൂസിക് ഡയറക്ടർക്ക് അറിഞ്ഞോണമെന്നില്ല അല്ലേ. ചിലപ്പോൾ ഒരു പക്ഷേ അത് പറഞ്ഞു കൊടുക്കാനോ അല്ല അതിൻ്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ മറ്റൊരാൾ ഉണ്ടാകുന്ന തെറ്റില്ല. അതെ, സ്റ്റുഡിയോയുടെ സാധ്യതകൾ അല്ല, അനന്തമായ സാധ്യതകളാണ് ഇപ്പോൾ ടെക്നോളജി വന്നുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു മോശപ്പെട്ട രീതിയല്ല. അപ്പോൾ നമ്മൾ ഇനി സമയം കളയേണ്ട രാജാ സാറിൻ്റെ പാട്ടിലേക്ക്. വാൽകഷ്ണത്തിൽ ഒരു ചെറിയ ഇടവേള.
முடிந்து வைத்த ஆசை. ദ്രുത താളത്തിൻ്റെ മാന്ത്രികൻ AR റഹ്മാൻ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? തീർച്ചയായിട്ടും തെറ്റുണ്ട്. അത് മാത്രമല്ല അദ്ദേഹം ഉഗ്രം മെലഡീസ് ചെയ്തിട്ടില്ലേ അല്ലേ? മെലഡീസ്. അപ്പോൾ പിന്നെ അങ്ങനെ നമുക്കൊരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റിയ ആളൊന്നുമല്ല AR റഹ്മാൻ എന്ന ഒരു സംഗീത മാന്ത്രികന്. നമ്മുടെ ഒരുപാട് പാട്ടുകളല്ലേ. രാജാ സാറിൻ്റെ കാര്യം പറഞ്ഞില്ല, വേറൊരു ഇറ എന്ന് പറയാം, യുഗം കാലഘട്ടം. അതെ, എനിക്ക് തോന്നുന്നു വേറൊരു ജനറേഷനായി സൗണ്ടിങ് വൈസ്. പിന്നെ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് സിംഗേഴ്സ്, ഈ പറഞ്ഞ പോലെ ലെജൻഡറി സിംഗേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ റഹ്മാൻ സാർ വന്നതിന് ശേഷം ഏതൊക്കെ പാട്ടുകാരാണ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നത്. അത്രയ്ക്കും പുതിയ ഒരു കാലഘട്ടം, പുതിയ തലമുറയിൽ നിന്ന് പാട്ട് സിംഗേഴ്സിനെ കൊണ്ടുപോകുന്നു. പിന്നെ മ്യൂസിക് ഇൻസ്ട്രുമെൻസിന് ഒരു മെയിൻ സ്റ്റേജിലോട്ടുള്ള ഒരു എൻട്രി. ഇന്ന് ഒരു ഫ്രണ്ട് മാൻ എന്ന് പറയും പോലെ എല്ലാ മ്യൂസിക് ഇൻസ്ട്രുമെൻസിനും അതിൻ്റേതായിട്ടുള്ളൊരു ഒരു വില, ഒരു വാല്യൂബിൾ ഒരു കാലഘട്ടം, വേറൊരു കാലഘട്ടം എന്ന് പറയാം നമുക്ക്. അദ്ദേഹം എക്യുപ്മെന്റിന്റെ സഹായത്തോടു കൂടിയാണെങ്കിലും അല്ലെങ്കിലും ഈ വോയിസ് കൾച്ചറൊക്കെ വല്ലാതെ മാറ്റി അല്ലേ പരീക്ഷിക്കുക. അത്ര ഒരുപാട് പരീക്ഷണം. സൗണ്ടിങ്ങിന്റെ ഒരു വ്യത്യാസമാണ് പുള്ളി വന്നതോടുകൂടി, റോജോയിൽ വന്നതോടുകൂടെ അതുവരെ കേട്ട ഒരു സൗണ്ടിങ്ങിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാരണം അത്രയും കാലം എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു കർണാട്ടിക് ബേസ്ഡ് ആണ് പൊക്കോണ്ടിരുന്നത്. മിക്ക പാട്ടുകളും രാജസാറിന്റെ പാട്ടുകളാണെങ്കിലും നല്ലപോലെ കർണാട്ടിക് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഏത് പാട്ടിൽ വന്നാലും വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ AR റഹ്മാൻ സാറ് വന്നതോടെ എന്താ പറയുക, ടെക്നോളജീസിന്റെ ഇൻവെൻഷൻസ് പുള്ളി ഓരോന്നും അറിയാനായിട്ടും എല്ലാം എന്നാൽ എന്താ പറയുക, പുതിയ കമ്പോസിഷൻസിൽ അത് നല്ലപോലെ യൂസ് ചെയ്തിരുന്നു. ഈവൻ റോജ കേട്ടാൽ നമുക്കറിയാം, എന്താ പറയുക, ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ലാതെ കുറെ പുള്ളിയുടേതായിട്ടുള്ള എലമെന്റ്സ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ വല്ലാണ്ട് ഈ ഫോക്ക് ട്രഡീഷണൽ മ്യൂസിക്കിനെയും സ്വാംശീകരിച്ചിട്ടുണ്ട്. കുറെ ജോണേഴ്സ് കൊണ്ടുവന്നു. അതായത് എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഇന്ന പാട്ട് കേൾക്കുമ്പോഴത്തേക്കും പുള്ളിയുടേതാണ്. എന്നാൽ ഇത്രയും വർഷം പുള്ളിയുടെ കളക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ജോണേഴ്സ് കേൾക്കാം. ഈവൻ റാപ്പ് ഒക്കെ കൊണ്ടുവന്നത് അല്ലേ, ഈ റോജ ചിന്ന ആസൈ പോലും റെഗെ ഒരു വേർഷൻ, നമ്മൾ വെസ്റ്റേൺ മ്യൂസിക്കിൽ ആഫ്രിക്കൻ കൺട്രീസിലെ ഒരു കാറ്റഗറിയാണ് റെഗെ എന്ന് പറയും. അപ്പോൾ ആ ഒരു മ്യൂസിക് അഡോപ്റ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു സോങ് ചെയ്തു. പണ്ട് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു പ്യുവർ റഗെ എന്ന് പറയുന്ന ഒരു സാധനം എടുത്തിട്ട് ചെയ്ത മനോഹരമായിട്ട്, അത് വേറൊരു കാറ്റഗറി സോങ്സ്, വേറൊരു ജനറേഷനായി. പിന്നെ സൗണ്ടിങ്, പിന്നെ ഫാസ്റ്റ് സോങ് ആയിരുന്നാലും എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു കാലമായിരുന്നു. അപ്പോൾ അദ്ദേഹം മലയാളത്തിൽ വളരെ മനോഹരമായ ഒരു ഫാസ്റ്റ് നമ്പർ ചെയ്തിട്ടുണ്ട്. അതെ, യോദ്ധയില് വളരെ രസകരമായ അതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നാലും ഭയങ്കര രസം നമ്മള് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് എഴുതിയത് ആരെന്നറിയോ? എഴുതിയത് ബിച്ചു തിരുമലാണ് എഴുതിയത്. അദ്ദേഹത്തിന്റെ നല്ല പാട്ടുകളിലൊന്നാണ് അല്ലേ? വളരെ മനോഹരം. ഇത്രയും ഫാസ്റ്റായിട്ട് ഒരു മലയാള സോങ് കമ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് അല്ലേ? വേർഡിങ്സ് ഒക്കെ എങ്ങനെയാണ്, അതൊന്നും നമുക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും നോക്കാം അല്ലേ? അപ്പോൾ വിഷ്ണുവിന് നല്ല പണിയുണ്ട് അതിന്.
ഗംഭീരം, അതിഗംഭീരം. ഈ ഒരു പാട്ട് അത്ര എളുപ്പമല്ല വയലിന് വായിക്കുക എന്ന് പറയുന്നത് അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടാണ്. വളരെ നന്നായി ചെയ്തു. വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മൾ ആരും വലിയ പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് ജാക്സണോടാണ് ചോദിക്കുകയാണ്. ജാക്സൺ, ഈ AR റഹ്മാൻ്റെ പാട്ടുകളിലെല്ലാം വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ബേസ് ഗിറ്റാർ. ഇപ്പോൾ ഈ ഇവിടെ നടന്ന എല്ലാ പാട്ടുകളിലും നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു, ഗംഭീരമായിട്ട് നിങ്ങൾ അതിമനോഹരമായി വായിക്കുകയും ചെയ്യും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താണ് ഈ ബേസ് ഗിറ്റാറിൻ്റെ ഒരു പവർ എന്താണ്, നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ ആദ്യം ഗിറ്റാർ പഠിക്കാനാണ് പോയി അതിന് ശേഷമാണ് ബേസ് ഗിറ്റാർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അവർ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് സൗണ്ടിങ് എന്ന് വെച്ചാൽ ഈ പെർക്കഷനെയും മെലഡിയും കൂടെ യോജിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ബേസ്. അത് നമ്മൾ ഇപ്പോൾ ഒരു പിയാനോ മാത്രം വെച്ച് പാടുമ്പോഴും അതിൻ്റെ കൂടെ ബേസ് ഗിറ്റാർ ഇടുമ്പോഴും അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് അറിയാൻ പറ്റും, സെപ്പറേഷൻ അറിയാൻ പറ്റും. ഒരുപാട് പേർക്ക് പാട്ട് ഏതെങ്കിലും സ്റ്റൈലിൽ പാടുന്ന ചില സമയത്ത് ചിലർക്ക് ബേസ് ഗിറ്റാർ ശ്രുതി കേട്ട് പാടുന്നവരൊക്കെ ഉണ്ട്. ഈ റോക്ക് ബാൻഡൊക്കെ അവർ ഗിറ്റാർ ബേസിൻ്റെ ശ്രുതി കേട്ട് പാടുന്നവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് ബേസ് ഗിറ്റാറിലോട്ട്. ബേസ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ എടുത്ത് മുന്നോട്ട് വെക്കും. ഒരു ഇല്ല ഉള്ളുന്ന ഒരു സാധനം വരും ബേസ് ഇങ്ങനെ മുന്നിലേക്ക് വരുമ്പോൾ, അങ്ങനെയല്ലേ? റഹ്മാൻ അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ സോങ്ങിലും ഉപയോഗിക്കുന്നുണ്ട്. ഈ സംഗീത സംവിധാനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റഹ്മാൻ്റെ പ്രത്യേകതകൾ എന്തായിട്ടാണ് ടിനു വിലയിരുത്തുന്നത്? പുള്ളിയുടെ കമ്പോസിഷൻസിൽ ഒന്ന് ഈ കർണാട്ടിക്കിൻ്റെ എന്തെങ്കിലും ഒരു എലമെൻ്റ് പുള്ളി അതിനകത്ത് സൂക്ഷിക്കും, ഒളിപ്പിച്ച് വെച്ചിരിക്കും. അത് ഒരു പക്ഷേ നമ്മൾ കാലക്രമേണ പിന്നീടായിരിക്കും നമ്മളത് തിരിച്ചറിയുന്നത്. വളരെ വളരെ സൈലൻസിൽ തന്നെ അതിൻ്റെ ബ്യൂട്ടി ഉണ്ടാക്കും, ഭയങ്കര ലൗഡായിട്ട് തന്നെ അതിലും ഒരു ബ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു വ്യത്യാസം പുള്ളി കൊണ്ടുവന്നു. അതൊരു വലിയൊരു അനുഭവം, പുതിയൊരു ചേഞ്ചും ആയിരുന്നു. അതിനകത്ത് വലിയ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സേ ആഡ് ചെയ്തിട്ടുള്ളൂ. പുള്ളിയുടെ തിരിടാത്തിരിടയിലെ റാസാത്തി എന്ന് പറയുന്നൊരു സോങ്, അതിനകത്ത് ഫുൾ ഒരു ബാക്ക്ഗ്രൗണ്ടും അതിനകത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ അതിന്റെ ബ്യൂട്ടി അത് വേറൊരു സംഭവമായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട്, അതായത് വെസ്റ്റേൺ കൾച്ചറിലുള്ള പല അതേ ടൈപ്പിൽ ഒരുപാട് ഫോക്ക് സോങ്സും പുള്ളി ചെയ്തിട്ടുണ്ട്. അതില് ഒന്നാണ് ഉസ്ലാം പട്ടി എന്ന് പറയുന്ന സോങ്. എനിക്ക് തോന്നുന്നു ജെന്റിൽമാൻ, ഒരുപാട് പാട്ട്. ജെന്റിൽമാൻ എന്ന് പറയുന്ന ആ സമയത്ത് ഭയങ്കര എവർഗ്രീൻ ഹിറ്റ് മൂവിയും അതെ അതെ. അപ്പോൾ അതില് ഉസ്ലാം പട്ടി ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓ, വളരെ സന്തോഷം. അങ്ങനെ പറയുന്നതിന് വലിയ സന്തോഷം. ഗംഭീരം ഗംഭീരം ഗംഭീരം. എല്ലാവരും വളരെ നന്നായി പെർഫോം ചെയ്തു. റിഹേഴ്സലൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്യുക പറയുന്നത് അത്ര എളുപ്പമല്ല കാര്യമല്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തന്നെ എല്ലാ പാട്ടുകൾ പറയുന്നു, നിങ്ങളത് വായിക്കുന്നു, എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. ശരി, എനിക്ക് വേറൊന്ന് ചോദിക്കാനുള്ളത്, കാരണം ഇപ്പം ഇത്ര നേരം നിങ്ങൾ വലിയ ലെജൻസിൻ്റെ പാട്ടുകളൊക്കെ പാടി ഞങ്ങളെ സുഖിപ്പിച്ചു. പക്ഷേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം, പ്രത്യേകിച്ച് ടിനുവിൻ്റെ ഒക്കെ ആഗ്രഹം ഒരു സംഗീത സംവിധായകനാകുക എന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിക്കട്ടെ.
ഒരു സംഗീത സംവിധാനം ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എങ്ങനെയാണ്? എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാനൊരു നിമിഷ കവിയായി മാറാൻ പോവാണ്. നിന്ന നിപ്പിൽ ഞാനൊരു കവിയായി മാറും. ഞാനൊരു 4 വരി തരാം, ഒരു ബ്രേക്കും തരും. ആ ബ്രേക്കിൽ എനിക്ക് ട്യൂൺ ചെയ്ത് ഈ ബ്രേക്ക് കഴിയുമ്പോൾ പഠിക്കപ്പിക്കണം. ട്രൈ ചെയ്യാം. അതാണ് ചലഞ്ച് അതെ അല്ലേ? വോക്കലുണ്ടോ? വോക്കൽസ് ചെയ്യാം. അപ്പോൾ ഞാൻ വരികൾ തരാൻ പോവുകയാണ്. ഇല്ലെങ്കിൽ ഏതായാലും ഞാൻ വരി നിങ്ങൾക്ക് തരാം. ഞാൻ നേരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞ നിമിഷ കവിയാന്നൊക്കെ. ഞാനിവിടെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വായിക്കട്ടെ. ചേതോഹരം ഈ പ്രഭാതം, കുതൂഹലം ഈ പ്രഭാതം, സമൃദ്ധ സുന്ദര പൊൻകിരണങ്ങൾ, ഉണർവിൻ ഓണക്കാലം. ഓണം വരാൻ പോവുക. നമുക്ക് കൊറോണ ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഇപ്പോൾ വരും. ഈ ഒരു ബ്രേക്ക് ടൈമിൽ പെട്ടെന്ന് വാൽകർഷത്തിൻ്റെ ഈ സംഗീത യാത്ര തുടരുകയാണ്. നമുക്ക് ഇത്ര നേരം നമ്മൾ അന്യഭാഷകളിലെ ഗാനങ്ങളെക്കുറിച്ചാണ് ഏറെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടത്. മലയാളത്തിലും സമാനമായ ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് നല്ല നല്ല സോങ്സും ഫാസ്റ്റ് സോങ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു ട്രെൻഡ് സെറ്ററായിട്ട് ആദ്യം വന്നത് വേണമെങ്കിൽ ഈ സമീപകാലത്ത് ഒരുപാട് പാട്ടുകൾ നമ്മൾ ഉണ്ട്. ട്രെൻഡ് സെറ്ററായിട്ട് വന്നത് ലജ്ജാവതിയാണ് ഇല്ലേ? ജാസി ഗിഫ്റ്റിൻ്റെ ലജ്ജാവതി ചെറുപ്പക്കാരൊക്കെ ഏറ്റെടുത്തൊരു ഗാനമാണ്. ഒരു പക്ഷേ അത് പാടാത്ത ഒരു വേദിയും ഉണ്ടാവില്ല ഒരു കാലഘട്ടത്തിൽ. ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി വർഷം ഒരുപാട് ഒരു വെസ്റ്റേൺ ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു 2004 തോന്നുന്നു ഈ പാട്ട് കമ്പോസ് ചെയ്തതും. അത് പ്രതീക്ഷിക്കുന്നതിനപ്പുറം വേറൊരു ലെവലിൽ എത്തി. ഭാഷയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് പല പറന്നു. പല രാജ്യങ്ങളിലും അത് പലരും ഇപ്പോൾ പാകിസ്ഥാനിൽ വരെ ആൾക്കാർ ഈ പാട്ട് പാടിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം അത് നല്ലൊരു ഈ പറഞ്ഞ പോലെ ട്രെൻഡ് ആയിരുന്നു ആ സമയത്ത്. ആരാ വായിക്കുന്നത്? അത് വിഷ്ണു. ജാസിയെ പറ്റി പറയാനുള്ളത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്റെ സത്യമേ പറയാവൂ. അല്ല, അത് പ്രൂവൺ ആണ്. കാരണം ചേട്ടന്റെ വോയിസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു പുതുമ ഏകിയ ഒരു വോയിസ് ആണ്. അപ്പൊ അത് ഭയങ്കര യേശുദാസിന് ശേഷം പുതിയ ശബ്ദം എന്നായിരുന്നു അന്നത്തെ പ്രഘോഷണം. അങ്ങനെയായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോണർ ചേട്ടൻ തന്നെ അല്ലെ പാട്ടിൽ കൊണ്ടുവന്നു. മലയാളികൾക്ക് ആ ഒരു കാലഘട്ടത്തിൽ കയ്യിലായിരുന്നു ആ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ. റിതം പാറ്റേൺ ഒരു ചേഞ്ച് ആയിരുന്നു. സാധാരണ 6/8 ആ ഒരു കാറ്റഗറിയിൽ ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും 6/8 എന്ന് പറയുന്ന ഒരു നമ്മുടെ ഡപ്പാങ്കുതം ആ ഒരു താളം. പക്ഷെ അതിൽ നല്ല മനോഹരമായിട്ട് പുള്ളി ഋതം ചെയ്തു. പിന്നെ ബേസ് ഗിറ്റാറിൻ്റെ ആയിരുന്നാലും ഡ്രംസിൻ്റെ ആയിരുന്നാലും പല എല്ലാ അകമ്പടിയോടുകൂടെ നല്ലൊരു സാധനം വരുന്നത് ആ പാട്ട്. ഡാൻസേഴ്സിനും ഒക്കെ വളരെ പഥ്യമായിരുന്നു ആ പാട്ടല്ലേ. ഒരു പക്ഷെ ആ ഒരു പാട്ട് കാരണമായിരിക്കാം ആ ഒരു പടം ഹിറ്റായത്. കാരണം എല്ലാരും അത് കേൾക്കാൻ വേണ്ടിയായിരുന്നു തിയേറ്ററിൽ പോയിക്കൊണ്ടിരുന്നത്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഹിറ്റായിരുന്നു. പുതിയ ഗായികയ്ക്ക് എന്താണ് ജാസിയെ പറ്റിയിട്ടുള്ളൊരു വിലയിരുത്തൽ? തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞ പോലെ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു പുള്ളി. പെട്ടെന്നൊരു മാറ്റം എല്ലാവരും അത് അംഗീകരിച്ചു, ഏറ്റെടുത്തു. അതൊക്കെ പിന്നെ ഉള്ളവർക്ക് ഇൻസ്പിറേഷനും ആയി. അങ്ങനെയാണ്. ജാക്സൺ അടുത്ത് പരിചയമുണ്ടോ? ഞാനോളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ ഒക്കെ ഫ്രണ്ടാണ് അവർ. ഒരുമിച്ച് ശരിക്കും പുള്ളി ഗാനമേളയിലൊക്കെ ഇങ്ങനെ സ്റ്റേജ് ഇളക്കി മറിക്കും. അല്ല, അന്ന് യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്ത കാലത്താണ് ഇത്ര ഹിറ്റായത് ആ പാട്ട്. നമുക്ക് ആ പാട്ടൊന്ന് ട്രൈ ചെയ്യാം അല്ലേ? എന്തായാലും വിഷ്ണു റെഡി ആയിട്ടിരിക്കുക. അത് മാത്രമല്ല എനിക്ക് അത് പറയാനുണ്ട്. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണേലും എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു പാട്ടിന്റെ ആ ഒരു വോയിസ് ആണ് മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ വയലിന്റെ ഇപ്പൊ ആ ഒരു വോയിസ് കിട്ടത്തില്ല. പക്ഷെ വയലിന്റെ രീതിയിലായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കുന്നതായിരിക്കും. ഓർമ്മപ്പെടുത്തൽ മാത്രം. ഉറപ്പായിട്ടും. താങ്ക് യു.
മലയാളത്തിലെ ഒരു ട്രെൻഡ് സെറ്ററായിരുന്ന ഗാനം കേട്ടു. ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്തത്. പക്ഷേ ഋതത്തിൽ ഫാസ്റ്റ് നമ്പറായിട്ട് വേണമെങ്കിൽ പറയാവുന്ന ചില പാട്ടുകളുണ്ട്. പക്ഷേ അതിൻ്റെ ലിറിക്കൽ സ്റ്റൈൽ വളരെ സോഫ്റ്റ് ആയിരിക്കും. അത്തരം ചില പാട്ടുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു നാടൻ ശൈലിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അത്തരം സോങ്ങുകൾ വളരെയധികം ഉണ്ട്. അതിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഗാനം എന്ന് പറയുന്നത് ഉറുമിയിലെ ഒരു നാടൻ പാട്ടുണ്ട്. അത് വളരെ എനിക്കൊന്ന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ദീപക് ദേവാണ്. ഋതം സൈഡിൽ ഫാസ്റ്റായിട്ട് സൂക്ഷിക്കുകയും എന്നുവെച്ചാൽ ഒരു മെലോഡിയസ് ഫീൽ കൊടുക്കുകയും ചെയ്തൊരു പാട്ട് കൂടിയാണ് അല്ലേ? അത് എനിക്കൊന്ന് ട്രൈ ചെയ്യാം തീർച്ചയായിട്ടും അല്ലേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളുടെ വിടൂല. കാരണം ഒരു ചലഞ്ചുണ്ട്. ചലഞ്ച് ഓഫ് ദി എപ്പിസോഡ് എന്തായിരുന്നു ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? എന്നാണ് ബ്രേക്കിന് വിട്ടത്. ഇപ്പം റെഡിയാണല്ലോ അല്ലേ? എൻ്റെ വരികൾ ഒന്ന് സംഗീതം ചെയ്ത് കേൾക്കാനുള്ള ത്രില്ലിലാണ് ഞാൻ. നന്നാവും എന്ന് പ്രതീക്ഷയാണ്. കാരണം നിങ്ങളൊക്കെ ഗംഭീര ആർട്ടിസ്റ്റുകളല്ലേ? ഓക്കെയല്ലോ. ചേതോഹരം ഈ പ്രഭാതം, കുതൂഹലം ഈ പ്രഭാതം, ചേതോഹരം ഈ പ്രഭാതം, കുതൂഹലം ഈ പ്രഭാതം, സമൃദ്ധ സുന്ദര പൊൻകിരണങ്ങൾ ഉണർവിന്നോണക്കാലം, പൊന്നോണം ഗംഭീരം ഗംഭീരം ഗംഭീരം. എല്ലാവർക്കും ഓരോ നോട്ടുമാല എൻ്റെ വക തരണമെന്നുണ്ട്. അങ്ങനെയാണ് പണ്ട് ഉത്സവത്തിനൊക്കെ അനൗൺസ് ചെയ്യുന്നല്ലോ, ഉണ്ട്. ഓണം വരെ വെയിറ്റ് ചെയ്യുക. വളരെ ഗംഭീരമായിരുന്നു. ഈ വാൽകഷ്ണത്തിൻ്റെ വേദി ധന്യമായി. ഓരോ എപ്പിസോഡും വാൽകഷ്ണം വ്യത്യസ്തമായ അനുഭവമായി മാറുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി. ഇവിടെ എത്തിയ എല്ലാ കലാകാരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.